ഒരു സാധാരണ ദിവസം ലണ്ടനിലുള്ളവർ എങ്ങനെയാണ് ഔട്ടറിൽ പോയി വർക്കിന് പോയിട്ട് തിരിച്ചു വരിക? അങ്ങനെ നമ്മൾ ഇന്നത്തെ ഷിഫ്റ്റ് കഴിഞ്ഞു. നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. പോരാത്തതിന് നോക്കി കിടന്നിട്ട് നമ്മൾ തെന്നി വീഴും കണ്ടോ. ഫുള്ളൊരു കാടിൻ്റെ ഉള്ളിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ മോസ്റ്റ്ലി എല്ലാ കെയർ ഹോമുകളും ലൈക്ക് കൺട്രി സൈഡൊക്കെയാണ്. നമ്മുടെ ഈ കെയർ ഹോമും ഒരു കൺട്രി സൈഡിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒന്നിന് ട്രെയിൻ എടുത്ത് പോവാം, അല്ലെങ്കിൽ ബസ് എടുത്ത് പോവാം. അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു 25 മിനിറ്റ് നടന്നിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ 45 മിനിറ്റ് എടുക്കുന്നു ഇനി ബസ് വരാൻ. 3/4 മണിക്കൂറിന് ശേഷം നമുക്ക് ബസ് കിട്ടിയിട്ടോ. ലണ്ടൻ ഹീത്രോയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുക്കും. ഏകദേശം സമയം ബസ്സിൽ ഞാൻ മാത്രമേ കേട്ടോ, വേറെ ആരുമില്ല. എല്ലാ സ്റ്റോപ്പിലും ഓരോരുത്തരാണെങ്കിൽ ഇറങ്ങി, അപ്പോൾ ആരും ഇല്ല. കണ്ടോ, ഇതാണ് അവസ്ഥ. ബസ്സിൽ കയറി വരുന്ന നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എവിടെയോ ആയിട്ടുണ്ട്. നമ്മൾ വന്നത് ഇപ്പോൾ ഹീത്രോ എയർപോർട്ട് വരെ എത്തിയിട്ടോ. ഹീത്രോ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ മെയിനായിട്ടൊന്നും ഇറങ്ങണ ഇവിടെയാണ്. ഇത് ടെർമിനൽ 4 ആണ്. ആക്ച്വലി ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ടെർമിനൽ 4 ആണ്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ വന്ന വണ്ടി. ഇപ്പോൾ നമ്മൾ വന്നേക്കുന്ന ഹാൾട്ടൺ ക്രോസ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ. ഇപ്പോൾ നമ്മുടെ മേളിക്കണത് ഫ്ലൈറ്റൊക്കെ പോകുന്നുണ്ട്. നമ്മൾ തൊട്ട് എയർപോർട്ടിൻ്റെ അടുത്ത് നിൽക്കുന്നത്. പിന്നെ അത് ഇവിടെ കാണുമ്പോൾ പച്ച ബസ്സുണ്ട്, ചുമപ്പ് ബസ്സുണ്ട്, ഏത് കളർ വേണം എല്ലാം ഉണ്ട്. നമുക്ക് പോകേണ്ട ബസ്സാണ് ഈ അടുത്ത് വന്ന SL7. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ബസ് കിട്ടി കേട്ടോ. ഇനി ക്രോഡറിൽ വന്ന് ഇറങ്ങിയിട്ട് ക്രോഡറിൽ നിന്ന് നമുക്ക് അടുത്ത ബസ്സിനാണ് പോകേണ്ടത്. അത് നീണ്ട നേരത്തിന് ശേഷം നമ്മളിത് ഇപ്പോൾ ക്രോഡറിലെത്തി. ഇനി നമുക്ക് അടുത്ത ബസ് എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകട്ടോ. അങ്ങനെ ഫൈനലിൽ നമ്മുടെ ഏരിയ എത്തിയപ്പോഴേക്കും വീണ്ടും ഗ്രീനറി കാര്യങ്ങളൊക്കെ ആയി. നല്ല അടിപൊളി കാഴ്ചകളാട്ടോ. നമ്മുടെ അടുത്തേക്ക് എത്തുന്നവരും നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് എത്തുന്നവരും നല്ല സൂപ്പർ കാഴ്ചകളാണ്.